രജിത് കുമാർ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊക്കെ കണ്ടതാണ്. രജിത് കുമാർ രേണു സുധിയെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ നീയും ദാസേട്ടൻ കോഴിക്കോടും കൂടിയും കാണിച്ചു കൂട്ടിക്കോ, ലാസ്റ്റ് അയാൾ തുള്ളിച്ചാടി പോവും, നീ പെട്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഉപദേശമായിരുന്നു. ഓക്കെ, ഞാനതിൽ ഒരു കോണ്ടൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരു സാധനം കണ്ടടേ, ഒന്നല്ല 2-3 സാധനങ്ങൾ ഞാൻ കണ്ട്. ഇത് നിങ്ങളൊന്ന് കാണും. ഞാൻ കൊണ്ടുപോകണം. ഞാൻ കൊണ്ടുപോവാണ്. അത് വേറെ രീതിയിൽ വരുമോ? വേറെ രീതി വരുമോ? വേറെ രീതിയിൽ വരുമോ? രീതിയിൽ വന്നാലും ഞാൻ കൊണ്ടുപോകാം. ടൈപ്പല്ല, നിങ്ങൾക്ക് തെളിവ് കാണാം. ടൈപ്പല്ല. എന്റെ ആരുടെ വണ്ടി കയറും? വണ്ടി കയറും. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, എന്താവും എന്തോ നാളെ അതുമ്പോ ഇടുമ്പോ. കേട്ടോ കേട്ടോ, നേരെ നോക്കണേ. സേഫ് അല്ലേ? ഞാൻ സേഫാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ സേഫാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തെങ്കിലും ബാക്കി വെച്ചേക്കണേ. എന്റെ കൂടെ ആർക്കും ഈ ലോകത്തിൽ എവിടെയും വരാം. അതായത് രജിത് കുമാർ കഴിഞ്ഞ വട്ടം സോഷ്യൽ മീഡിയയിൽ നിന്നെ വിറ്റ് കാശാക്കുന്ന സോഷ്യൽ മീഡിയക്കാരുണ്ട്, അവരൊക്കെ നീ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഡയലോഗാണ് അയാൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതേ സോഷ്യൽ മീഡിയ ചാനലുകളുടെ മുന്നിൽ ഒരുമാതിരി കുൽസിത വർത്താനവും മറ്റേ ഡയലോഗുമാണ് അല്ലേ അവരടിക്കുന്നത്. ഓക്കെ, മീഡിയക്കാർ ഇത് റെഗുലർ എക്സസൈസാണ് അവർക്ക് ഈ പരിപാടി ഒരു ഡബിൾ മീനിങ് സാധനം ഇപ്പം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ വ്യൂവർഷിപ്പ് കിട്ടില്ല എന്നുള്ള സ്കീമിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനിപ്പോൾ രേണു സുധി ആണെന്നുണ്ടെങ്കിലും അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവരത് ഉത്തരം കൊടുക്കുന്നുണ്ട്, ചിരിച്ച് തള്ളുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള രീതി അങ്ങനെയായിരിക്കാം. രണ്ടിലേതാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കാണുന്ന വ്യൂവേഴ്സിന് അത് അവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ബട്ട് ഫോർ മീ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി അവരെന്താണോ സോഷ്യൽ മീഡിയയിലെ ആളുകൾ ചോദിക്കുന്നത് അതിന് ഉത്തരം പറഞ്ഞ് അവരെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ അപ്പം. ഓക്കെ, അത് അവരുടെ പേഴ്സണൽ കാര്യം, അവരത് ചെയ്തോട്ടെ. ഈ രേണു സുധി ഉപയോഗിക്കുന്നു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച് ഉപദേശിച്ച രജിത് കുമാർ ഇപ്പം ഇവരുടെ ഈ ചോദ്യത്തിന് ഇയാൾക്ക് ഉത്തരം പറയാനില്ലേ? ഞാൻ കൊണ്ടുപോവുകയാണ്, സേഫായിട്ട് കൊണ്ടുപോകണം, ഞാൻ കൊണ്ടുപോയി, ഞാൻ കാറിൽ കൊണ്ടുപോവാണെന്നൊക്കെ പറഞ്ഞു. എന്തെന്നാണ് ഇതിവിടെ തീർന്നിട്ടില്ല. ഇനി ഇതിനിടയിൽ ഒരു റാമ്പ് വാക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് അപ്പം ആ റാമ്പ് വാക്ക്. പാട്ട് വെച്ച് കഴിഞ്ഞാൽ സീൻ മാറും, അതുകൊണ്ട് ഞാൻ പാട്ട് വയ്ക്കുന്നില്ല. ആടക്കണം റാമ്പ് വാക്ക് നടന്നത് മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തുള്ള രേണു സുധി ആ മറ്റേ കുട്ടീനെ ഒരു അറ്റപ്പിടുത്തവും വലി അടുപ്പിച്ചിട്ട് വെച്ച്. ഈ റാമ്പ് വാക്കിൽ ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല ആദ്യം മുതലേ അതൊരു പ്ലാനിലുണ്ട് എന്നുള്ളത്. ആ പെൺകുട്ടി ലാസ്റ്റ് കയ്യുമിങ്ങനെ പിടിക്കുന്നുണ്ട് അയാളായിട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പം മീഡിയനെ കണ്ടു കഴിഞ്ഞാൽ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ വൈറൽ സാധനത്തിന് വേണ്ടിയിട്ടും അവർ ലാസ്റ്റ് അങ്ങനെ എന്തെന്നാന്നൊക്കെ ചോദിച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. കാരണം അത് അൺപ്ലാൻഡ് ആണ്, മനസ്സിലായി? അവരെ പ്ലാനിൽ ഇങ്ങനെ കയ്യിൽ രജിത് കുമാറിൻ്റെ കയ്യിൽ പിടിക്കുന്നു, 2 പേരും 2 പെൺകുട്ടികളും അപ്പുറത്ത് ലെഫ്റ്റ് റൈറ്റ് നിൽക്കുന്നു, നടക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് ആ ഒരു പെർസ്പെക്റ്റീവാണ് കിട്ടിയത്. ലാസ്റ്റ് സാധനം അയാളെ കയ്യിൽ നിന്നിട്ടതാ. ഏത് രേണു സുധിയോട് മീഡിയയുടെ മുന്നിൽ മീഡിയയുടെ നെഗറ്റീവ് കാര്യങ്ങൾ നിനക്കത് നല്ല രീതിയിലാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച മുതലാണ് ഇപ്പം ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത്. ഇനി അതാരും പഴയത് ഓർമ്മയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് വെച്ച് തരാം. മീഡിയക്ക് ഇവരോട് ഭയങ്കര പ്രേമമാണ്. അതുകൊണ്ട് അവർ വയറ് നിറയട്ടെ, നീ സൂക്ഷിച്ചോ. നിനക്ക് പണിയാവും. അവളോട് കഷ്ടപ്പെടുന്നത് രേണുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഇതിന്റെ നല്ല വശങ്ങൾ എടുക്കില്ല, വയറ് നിറയാണ് കൊടുക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളല്ലേ വിളിക്കുന്നത്. എന്നെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, തുള്ളിച്ചാടിയിട്ട് നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും. ഇവളുടെ ഹസ്ബൻഡ് എന്റെ കൂടെ പടം മറക്കുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം ചെയ്തു. അല്ലെ അങ്ങനെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. പണി തരും, വയറ് നിറച്ച് സോഷ്യൽ മീഡിയ തരും, ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് വശമാണ് എടുക്കേണ്ടത്, നെഗറ്റീവിലൂടെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായ ഉപദേശിച്ച മുതലാണ് ഇന്നലെ കിടന്നുള്ള കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ, അതായത് അയാൾക്ക് മനസ്സിലായി
രേണു സുധി അത്യാവശ്യം വ്യൂവർഷിപ്പുള്ള ഒരു മെറ്റീരിയലാണ്. ഓക്കെ, വ്യൂസ് കിട്ടാനും വൈറലാവാനും രേണു സുധി കറക്റ്റാണ്. അപ്പോൾ ഒരു ടൈം കിട്ടിയ സമയത്ത് കൃത്യമായിട്ട് അയാളത് പിച്ച് ചെയ്തു. ഇത് പിച്ച് ചെയ്ത ഇയാൾ പിന്നെ എന്ത് മറ്റത് മറയ്ക്കാനാണ് അപ്പുറത്ത് ആ സാധനം പറഞ്ഞ അന്നപ്പോൾ സദാചാരം പറഞ്ഞ് കുറച്ച് അന്ന് രേണു സുധി എന്ന് പറയുമ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിനകത്ത് അല്ലെങ്കിൽ ഭയങ്കര ഹെയ്റ്റിൽ നിൽക്കുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അവർ ചെയ്ത ഈ കോംബോ ദാസേട്ടൻ കോഴിക്കോടും രേണു അതിൻ്റെ മുകളിലൊരടി, അയാൾ ചാടി പോകുന്നത് ദാസേട്ടനൊരടി, പിന്നെ സോഷ്യൽ മീഡിയ നിനക്ക് വയറ് നിറച്ച് തരും, ഇതിൻ്റെ പോസിറ്റീവ് മാത്രം എടുക്കണം, നെഗറ്റീവ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ആളുകൾ എഴുതിയിടുന്ന അതേ സാധനം തന്നെ വായുകൊണ്ട് പറഞ്ഞ് ഈ പറഞ്ഞ ബാക്കി മീഡിയക്കാരുടെ മുന്നിൽ അങ്ങനെ മാസമാവാനുള്ള ഒരു ശ്രമം. അത് നടന്നില്ല, ഒത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്തൊരു ഇവൻറ്റ് വന്ന സമയത്ത് രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പം ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല അത് അവരുടെ സ്റ്റാൻഡാണ്. അവർ കൊടുക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു സ്ട്രോങ് സാധനം ഉണ്ടല്ലോ അവർക്ക്, അതിൽ നിന്ന് വരുന്നൊരു സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നൊരു കമൻറ്റ് സെക്ഷനിൽ വന്നൊരു മാറ്റമുണ്ട്. അത് മനസ്സിലാക്കിയോണ്ടായിരിക്കണം ഇയാൾക്ക് കാര്യം മനസ്സിലാവും. ഇയാൾ ആന കുറുക്കനാണ്, നമ്മൾ ബിഗ് ബോസിനും കണ്ടതാണ്. ഇയാൾ എന്ത് ചെയ്തു, നൈസായിട്ട് സ്കീം മാറ്റി. ഇയാൾ എന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ പിടിച്ച് വലിക്കുന്നു, കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഈ കാറ് കയറ്റി വേറെ റൈറ്റ് ഉണ്ട്. ഗിയറിൽ കയറിയിരിക്കില്ല. അവൻ അറിഞ്ഞില്ലല്ലോ. സാർ ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടെ? ഇതിനു വേണ്ടിയല്ല കഷ്ടപ്പെട്ട, ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട. ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ്. നമുക്ക് വണ്ടിയില്ലല്ലോ സാറിനെ കൊണ്ടുപോകും. അതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ദൈവികമായ ഒരു പ്രത്യേക സന്തോഷങ്ങളാണ്. അതാണ് ട്രെയിൻ സമയം എന്തായാലും പോയിട്ട് വരും. രേണു സൂക്ഷിച്ച ഗിയർ ഇടണം. അല്ലല്ല, അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറിയിരിക്കില്ല. ശരി, ഓക്കെടാ. നീലക്കോയിലില്ലല്ലോ അല്ലേ? അവൻ അറിഞ്ഞില്ലല്ലോ. സൂക്ഷിക്കണേ. ഇല്ല, ഞാനാ പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു കൈ കൊണ്ട് രേണു ഗിയർ മാറിയതി സമയത്തിന് നോക്കി ഗിയർ പറഞ്ഞേ. അയ്യടാ, നോക്കി ഗിയർ മാറുന്നേ. രേണു ഗിയർ മാറ്റും, രേണു ഗിയറിൻ്റെ മുകളിൽ കയറിയിരിക്കില്ല. എന്തുവാടെ ഇതൊക്കെ? എന്തോ അവന്മാരുടെ എന്ത് പറഞ്ഞു പോട്ട്. അയാളും പറയുന്നു, അവരും പറയുന്നു. ഓക്കെ, അത് ആ യൂണിവേഴ്സ് നമുക്ക് അങ്ങനെ വിടാമെന്ന് വിചാരിക്കും. പക്ഷേ ഇതേ രജിത് കുമാർ പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്തില്ല, നിയമത്തിന് ഞാൻ വെല്ലുവിളിക്കില്ല, ഞാൻ അങ്ങനെ കാണിക്കില്ല, ഇങ്ങനെ കാണിക്കില്ല, ഐ എം ദ മിസ്റ്റർ ക്ലീൻ എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനെ കമൻറ്റ് ബോക്സ് നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഇതിനകത്ത് മൊത്തം കേരള MBDനെ ടാഗ് ചെയ്തിരിക്കുകയാണ്, @ ഇട്ട് മെൻഷൻ ചെയ്തിരിക്കുകയാണ് നാട്ടുകാർ മൊത്തം. ഇന്ന് ഫ്രണ്ട് സീറ്റിൽ 2 ആളിട്ടിട്ട് പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ വലിയ കാര്യമുള്ളൂ. കോ പാസഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളിരിക്കാനുള്ള സ്ഥലമാണ്. അതിനകത്ത് 2 പേരെ, കുട്ടികളാണെങ്കിൽ പിന്നെയും നമുക്കൊന്ന് മനസ്സിലാക്കാം, എന്നാലും അവരെ ഇരുത്താൻ പാടില്ല, കാരണം അവർക്ക് സെപ്പറേറ്റ് സീറ്റ് വെച്ചിട്ട് വേണം ഇരുത്താൻ. ഇത് 2 പേരെ ഇരുത്തി എന്നിട്ട് അതിൻ്റെ മുകളിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് അവിടെയും നന്മമരാവാൻ നോക്കുക. എന്നിട്ട് അതിനിടയിൽ കൂടി ഡബിൾ മീനിങ്ങിൽ 10 സാധനം അടിച്ചു വിടുക. എന്നിട്ടാണ് അവിടെ കിടന്നിട്ട് അന്ന് ഉപദേശം കൊടുത്തത്, സോഷ്യൽ മീഡിയ നിനക്ക് വയറ് നിറച്ച് തരും, നീ നല്ലത് മാത്രം നോക്കണം, ശ്രദ്ധിക്കണം. ദാസേട്ടനൊരു ഊക്ക്. സ്വന്തം കാര്യം വന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തം എക്സിസ്റ്റൻസിൻ്റെ കാര്യം വന്ന സമയത്ത് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷന് പോയ സമയത്ത് ഈ വ്യക്തി 1-2 ടോക്സ് എന്ന് പറഞ്ഞ ചാനലിൽ സിമി ചെയ്തൊരു ഇൻ്റർവ്യൂവിൽ സിമി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇതേ രേണു സുധിയെ അന്ന് സദാചാരം പറഞ്ഞ് ഉപദേശിച്ചതിൻ്റെ കാര്യവും കാരണം എന്താണെന്നുള്ളത്. അതിന് ഇയാൾ കൊടുത്ത റിപ്ലൈ കേൾക്കണം. ഇതിനെ കാണുമ്പോൾ ഒരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിച്ചു. കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക്കാണ് എങ്കിലും ഈ സദാചാര പോലീസിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ അല്ല ഇല്ല, എന്താ മറുപടി അറിയില്ല. എങ്കിലും ഞാൻ അതെ, എനിക്ക് തോന്നുന്നു ഇതുപോലെ സ്നേഹമുള്ളടത്ത് അടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ചോദിക്കുകയാണ്, രേണു സുധിയുമായിട്ട് ഒരു പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. രേണു സുധിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല, സൂക്ഷിക്കൂ എന്നുള്ളത്, അങ്ങനെ അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ? അതെ, ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു, ഇപ്പൊ റിയൽ കേരള സ്റ്റോറിയിലൂടെ കൊടുക്കുന്ന സന്ദേശങ്ങൾ കുറയണം. അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെടുത്ത് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്, ഈ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അമിതമായാൽ അമിതം വിഷം ആണെന്ന് പറയും. ഒരു അഡ്വൈസിന് അപ്പം നീ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ യഥാർത്ഥത്തിൽ രേണു സുധി എന്നുള്ളൊരു മീഡിയം മാത്രമാണ് ഏതൊരു വ്യക്തിയും നശിച്ചു പോകാൻ
ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു സാധാ വ്യക്തിയാവട്ടെ, നേരത്തെ സന്തോഷം പറഞ്ഞു, ആ മകനെ ഞാൻ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനാക്കി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാക്കി. അതാണ് ആവശ്യം. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ കാണുന്ന തെറ്റായ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകും, അത് തകർന്നു പോകും എന്ന് കാണുന്നതിൽ ഒരു ഉത്കണ്ഠ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്നേഹപൂർവ്വം ശാസിക്കും. അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിതിന് മുമ്പേ പോയിട്ട് അടി വാങ്ങിച്ച പാർട്ടിയാണ്. അപ്പം നീയും ആ വഴി പോവാതിരുന്നാൽ നിനക്ക് നല്ലതാണ്. ഞാൻ ഇതിന് മുമ്പ് പോയി തോറ്റതാണ്, നീ ഇതേപോലെ പോകരുത്. ഞാൻ ഇതിനു മുമ്പ് ഈ വഴിയെ പോയിട്ട് എന്നെ മൂർഖം കിട്ടിയതാണ്, നീയും അതേ വഴിയെ പോകരുത്. പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോ. ഇത് തന്നെയാണ് രേണു സുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും. ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറേ പേർക്ക് ഇഷ്ടമല്ലാത്തത്. ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. ഇതിനു മുമ്പ് ഇതേ വഴിയിലൂടെ പോയി ബാഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ ഒരു അഡ്വൈസ് കൊടുത്തു എന്നുള്ളത് പറയാം. അപ്പോൾ മുന്നേ പോയി ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് സ്വയം ആക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഉപദേശിച്ച ആളെ തന്നെ കൊണ്ടുപോയിട്ട് നാട്ടുകാരെ മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള സാധനം, അതായത് മുന്നേ പോയ സമയത്തുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ഞാൻ ഒന്നും കൂടി ആ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കട്ടെ, ഇപ്രാവശ്യം അത് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുമ്പോൾ എനിക്കത് കുറച്ച് വ്യൂവർഷിപ്പും വിസിബിലിറ്റിയും കിട്ടുന്ന രീതിയിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് പണ്ട് പറഞ്ഞ ഉപദേശം മൊത്തം കളഞ്ഞിട്ട് രണ്ടാമത് കൊടുത്തിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ചാടിപ്പിടിച്ച് ഇറങ്ങിയതാണോ കാക്ക? എനിക്കിത് കാണുമ്പോൾ അതാണ് തോന്നുന്നത്. ഉപദേശം ഒരു വഴിക്കും പ്രവൃത്തി വേറൊരു വഴിക്കും ആണ് സത്യം പറഞ്ഞാൽ ഇയാളുടെ കേസിൽ നടക്കുന്നത്. ഇയാളുടെ പല കേസിലും ഇങ്ങനെ തന്നെയാണ്. ഇയാൾ പല കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും എനിക്ക് തോന്നിയില്ല ഇയാൾ ഇതിനിടയിൽ എവിടെയോ പൈസയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, പൈസ ഒന്നുമല്ല, പൈസ ഒന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് നേരെ പൈസക്കാരും തന്നെ പറഞ്ഞു വേറൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സാർ ബിഗ് ബോസിൽ പോയപ്പം സാർ ഈ 50 ലക്ഷം ആഗ്രഹിച്ചിരുന്നു. ഞാൻ 50 ലക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കോളേജിൽ കാലടി ശ്രീശങ്കര കോളേജിലെ പ്രിൻസിപ്പലിനോട് അധ്യാപകരോട് വിളിച്ചു നോക്ക്, UGC ശമ്പളം എന്ന് പറയുന്ന മാസം 2.5 ലക്ഷത്തിൽ പെൻഷൻ ആവേണ്ട ഞാൻ 28 വർഷക്കാലം UGC ശമ്പളം വേണ്ടാന്ന് എഴുതി കളഞ്ഞിട്ടാണ് എൻ്റെ പെറ്റമ്മയോടൊപ്പം നിൽക്കാൻ പോയത്. കാരണം അമ്മയുടെ പാദത്തിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച എനിക്കറിയാം. ആ കണക്ക് കൂട്ടിയാൽ 2.5-3 കോടി ഉപേക്ഷിച്ചിട്ട് പോയ എനിക്ക് ഈ ബിഗ് ബോസിന്റെ 25-28 ലക്ഷം 30 ലക്ഷം എന്തുണ്ടാക്കാനാണ്? സാർ പിന്നെ എന്തിന്റെ ക്ലിയർ ആയ പണം എന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. സാർ എന്തിന്റെ കേരളത്തിലായിരുന്നു പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇല്ല എനിക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെ കുറിച്ച് നെഗറ്റീവ്, അതായത് പണം അയാൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അയാൾക്ക് കിട്ടേണ്ട ലക്ഷങ്ങളും കോടികളും വരെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരുത്തനാണ്. അമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്നുള്ളത് തിരിച്ചറിഞ്ഞ അമ്മയെ നോക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഒഴിവാക്കി പോയ ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വർത്താനം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് പോസിറ്റീവ് ആളുകൾ രജിത് സാർ അങ്ങോട്ടും കിട്ടുന്നുള്ളത് ഇനി പറയുന്നത് കേട്ടോ. എനിക്ക് സണ്ണിയാണെങ്കിലും ഉണ്ണിയാണെങ്കിലും കുട്ടിയാണെങ്കിലും എല്ലാവരും എനിക്ക് അതൊരു ഒരു പ്രോബ്ലം. ഏതിലാണെങ്കിലും നമുക്ക് വേഷം കിട്ടണം, ചക്രം കിട്ടണം. കാരണം എന്നെയും കാത്തിരിക്കുന്ന കുറേ പാവങ്ങളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ചക്രം കിട്ടണം. പൈസ കിട്ടുന്നത് എന്ത് പണിക്കും ഞാൻ റെഡിയാണ്. പൈസ കിട്ടുന്നത് എന്ത് പണിക്കും ഞാൻ റെഡിയാണ്. ജീവിക്കാൻ പൈസ വേണ്ടേ? ഇവിടെ ഉള്ള പണിയും കളഞ്ഞ് നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന പണി എന്ന് പറയുമ്പോൾ ചെറിയ വരുമാനമാണ്. ഇതിലെ ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം വരും. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ ചാരിറ്റിയിൽ സഹായിക്കാം. ഉള്ള പണി എന്ന് പറഞ്ഞാൽ ചെറിയ കാശിനുണ്ടായിരുന്ന പണിയാണ്. ഇതേ ഇയാൾ തന്നെയാണ് നേരത്തെ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. UGC ശമ്പളമോ 2.5 ലക്ഷമോ പിന്നെ അത് കോടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിലെ പൈസ ഞാൻ നോക്കിയിട്ടില്ല, അത് കളഞ്ഞിട്ട് വന്ന ഞാനാന്നൊക്കെ. ഇയാൾക്ക് ഇതൊക്കെ ചെറിയ പൈസ ചെയ്യുന്നപ്പോൾ അന്ന് കോളേജിൽ നിന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ ഇയാൾ അന്ന് മാസ് ഡയലോഗ് അതൊന്നും എനിക്ക് വിഷയമല്ല, അതൊക്കെ അന്ന് വലുതാണ്. അപ്പോൾ ഇയാളുടെ ആവശ്യം എന്താ? സിനിമയിലൂടെ ഫെയിമായിട്ട് ലാലേട്ടനും മമ്മൂക്കൊക്കെ പോകുന്ന പോലെ കോടിക്കണക്കിന് രൂപ വാങ്ങി അങ്ങനെ സെറ്റപ്പ് ആവാന്ന്. സാധാരണക്കാരനായ ഒരാൾക്ക് കിട്ടുകൂടെ ഒരു മാസം ഒരു 25,000 രൂപയുടെ മുകളിൽ കിട്ടുമോ? കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് വരെ ഒരു 25-30 അല്ലേ ഇൻ ആൻഡ് ആവറേജ്. അവർ കണ്ടിന്യൂസ് ഒരു 20-25 ദിവസം പണിക്ക് പോയാൽ അവർക്ക് കിട്ടുന്ന കൂലി അതാണ്, അവർക്ക് കിട്ടുന്ന ഒരു ബേസിക് വേജ് അതാണ് ഒരു മാസം. ഇത് ലക്ഷങ്ങൾ ശമ്പളം കിട്ടി കോടികളിൽ റിട്ടയർമെൻ്റ് എടുത്ത് മാറാവുന്ന ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ട് പൈസ ഒന്നൊന്നുമല്ല അമ്മയുടെ കാലിനടിയിലാണ് ഈ പറഞ്ഞ സ്വർഗം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മുതലിന് ഇപ്പം സിനിമ നടനാകുമ്പോൾ എന്ത് പറഞ്ഞാലും കാശ് കിട്ടണം, അഭിനയിക്കാൻ കാശ് കിട്ടണം. അവിടെ കാശാണ് എല്ലാവർക്കും വലുത്, മനസ്സിലായോ? കാശാണ് വലുത്. എനിക്കും നിനക്കും എല്ലാവർക്കും വലുത് കാശാണ്. ഓക്കെ, അതുണ്ടാക്കുന്ന രീതി, അതുണ്ടാക്കുന്ന മാർഗം, അത് ഒരു പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് അങ്ങനെയാണ്. ഒരു വ്യക്തിയുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അയാൾ എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇതെന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോൾ ഇവിടെ വയ്ക്കാൻ കാരണം ഇയാളിങ്ങനെയാണ് ഒരു സൈഡിൽ ഉപദേശിക്കും, ഇയാൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതേ ഉപദേശം തന്നെ ഇയാൾ ചുറ്റി മടക്കി പോക്കറ്റിലിടും. അല്ലേ അന്നത്തെ ഉപദേശം അത് ഭയങ്കരമായിട്ട് എല്ലാവരും കൊട്ടിഘോഷിച്ച് ആഘോഷിച്ചതായിരുന്നു രേണു സുധീനെ ഉപദേശിച്ചപ്പോഴേ. ഇപ്പോൾ ഒരാവശ്യം വന്ന സമയത്ത് അയാൾക്ക് തന്നെ ഒന്ന് വൈറലാവണമെന്ന് തോന്നിയപ്പോൾ അതേ രേണു സുധീനെ വെച്ചിട്ട്
ഇയാൾ തന്നെ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് സൈഡിലേക്കും സോഷ്യൽ മീഡിയയുടെ ഈ പറഞ്ഞ എന്താ പറയുക വയറ് നിറച്ച് തരുന്ന സ്കീമിലേക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ മൊബൈലെടുത്ത് വരെ ചുറ്റും നടക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഈ പറഞ്ഞ ഒരു ഡബിൾ മീനിങ് ക്വസ്റ്റ്യനുള്ള ആൻസറും അങ്ങോട്ടൊരു ഡബിൾ മീനിങ്ങും ഒക്കെ അടിച്ച് അത് എൻ്റർടൈൻ ചെയ്ത് അതാണ് ഉപദേശം കൊള്ളാം വർമ്മ സാറേ. ബാക്കി പറയണില്ല. കൊള്ളാടെ ഇങ്ങനത്തെ ഐറ്റങ്ങൾ കുറേ എണ്ണം.